السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. നല്ല സാരസമ്പൂർണമായ നല്ല ഒരു വിഷയമാണ് ഇന്ന് 9:30 മണി മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത്. നല്ല കുറേ പഠിക്കേണ്ട വിഷയങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത, ഉസ്താദ് പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, യഥാർത്ഥത്തിൽ ഇതൊക്കെ നമ്മൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചു വരുന്ന കുറേ കാര്യങ്ങളായിരുന്നു ഉസ്താദ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സമയത്ത് നമ്മൾക്ക് ശ്രദ്ധിക്കാത്ത, പ്രത്യേകിച്ച് ഈ തലപ്പാവ് ധരിച്ച് നടക്കുന്ന നമ്മളൊക്കെ കുറേ കാര്യങ്ങൾ നമ്മളിന്ന് വിട്ടുപോകുന്നുണ്ട് എന്നുള്ളത് ഉസ്താദിന്റെ വാക്കിലൂടെ നമുക്ക് വ്യക്തമായി അത് മനസ്സിലാകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ. ഇനി ഒരുപാട് കാര്യങ്ങൾ, ഇതുപോലത്തെ കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഷാസവാം ചോദിച്ച ചോദ്യത്തിന് നല്ലൊരു ഉത്തരം തന്നെയാണ് ഉസ്താദിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഏതായിരുന്നാലും ഷിയാബ് നമ്പർ അവർക്കൊന്ന് കൊടുത്ത് നേരിട്ട് ബന്ധപ്പെട്ട് ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കലായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇതിന്റെ മസ്അല അങ്ങനെയല്ല, ത്വലാഖ് പോലെ അല്ലല്ലോ. ഇത് ഭാര്യ അങ്ങോട്ട് ഒഴിവാക്കുന്ന വിഷയമായതുകൊണ്ട് അത് കുറെ ചിന്തിച്ചുകൊണ്ട് ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഷിയാബ് ബന്ധപ്പെടുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നു. മുമ്പ് നമ്മുടെ അബൂ മിസ്വാ ഉസ്താദിന്റെ അമ്മായി ഉമ്മ, ഭാര്യയുടെ ഉമ്മ, അല്പം മുമ്പ് അല്ല ഇന്നലെ രാത്രി ഉറക്കത്തിൽ മരണപ്പെട്ടുപോയി എന്ന വിവരം നമ്മളൊക്കെ അറിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹദിയുടെ ഖബറിടം സന്തോഷപൂർവ്വമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മയും ആ മഹദിയും ഒക്കെ ഒരുമിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാവട്ടെ. അതേപോലെ തന്നെ വാണിമേൽ മുഹമ്മദ് അലി സഖാഫി ഉസ്താദിന്റെ ഉപ്പ സൂഫി ഹാജി എന്ന ആള് പെട്ടെന്ന് മരണപ്പെട്ടു. അദ്ദേഹത്തിന് ക്യാൻസറിന് ചില അസുഖം ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും അദ്ദേഹം വഫാത്തായി എന്നുള്ള വിവരം നമ്മൾ അറിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അതുപോലെ നമ്മളെ കുടുംബത്തിൽ നിന്നും ബന്ധപ്പെട്ടുമായ ഒരുപാട് ആളുകൾ ഇന്ന് മരിച്ചവരും മരിച്ചു പോയ ആളുകളും എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. നമ്മെ അവരെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി പെരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നു. ജീവിത ചിട്ടകൾ ആസ്പദമാക്കി ഉറക്കത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഉറങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ മസ്അലകളായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു വന്നത്. എൻ്റെ ടൈമിൽ നിന്ന് അരമണിക്കൂർ അബറിയാൻ ഉസ്താദ് കവർന്നെടുത്തപ്പോൾ ഞാൻ സന്തോഷിക്കുകയാണ് ചെയ്തത്. കാരണം എൻ്റെ അരമണിക്കൂറിനേക്കാളും ഒരുപാട് ഉപകാരപ്രദമായ ക്ലാസ് ആണല്ലോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന വിഷയത്തിൽ. മറ്റ് വിഷയങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ കൂടുതലും മൈക്ക് ചോദിക്കാറുണ്ട്. ഇതെന്നോട് തൃക്കരിപ്പൂർ തന്നെ ചോദിച്ച്, ഉസ്താദിന്റെ ടൈമല്ല ചോദിച്ചപ്പോൾ അതല്ല, ഉസ്താദ് പറഞ്ഞു തീർക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം നല്ലൊരു വിഷയമായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ താല്പര്യമുള്ള വിഷയമാണ്. പെട്ടെന്ന് എൻ്റെ അടുത്ത് ഞാൻ മൈക്ക് വെച്ചാൽ എന്നോട് കുറെ ആളുകൾക്ക് എതിർപ്പ് തോന്നാമെന്നല്ലാതെ എന്നോട് ആർക്കും താല്പര്യമല്ല ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ഇനി 1 മണിക്ക് നമുക്ക് ഫിക്സ് ചെയ്ത ക്ലാസ്സുള്ളൂ. അതുവരെ ടൈം ഇഷ്ടം പോലെയുണ്ട്. എവിടെ വെച്ച് വേണമെങ്കിൽ നിർത്തിയും മുടക്കിയൊക്കെ ചെയ്യാം. 1.5 മണിക്കൂർ സമയമുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നിർത്താനും സാധ്യതയുണ്ട്. എനിക്ക് കാലിൻ്റെ അസുഖം നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൽ ഗുരുക്കൾ കെട്ടാൻ വേണ്ടി അതിൻ്റെ ഇടയ്ക്ക് വന്നു പെട്ടാൽ ചിലപ്പോൾ അപ്പം നിർത്തേണ്ടി വരും. ഏതായിരുന്നാലും നിങ്ങളൊക്കെ ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷയത്തിലും രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. എല്ലാ അസുഖങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ റാഹത്തും സന്തോഷവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉറക്കത്തിൽ ശ്രദ്ധിക്കേണ്ട കുറേ വിഷയങ്ങൾ. ഉറങ്ങുന്ന 4 രൂപങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മലർന്നു കിടന്നുറങ്ങുക, വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുക, ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുക, അതേപോലെ കമിഴ്ന്നു കിടക്കുക. ഈ 4 രൂപ ഉറക്കങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. ഈ 4 ഒന്നാമത്തത് മലർന്നു കിടന്നുറങ്ങുക എന്നുള്ളത് അത് അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഇതുപോലത്തെ മഹാന്മാരായ ആളുകളുടെ അമ്പിയാക്കളുടെ പ്രത്യേകമായ ഉറക്കമാണ് മലർന്നു കിടന്നുറങ്ങുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതേ സമയത്ത് വലതുഭാഗത്തേക്ക് കിടന്ന് ഉറങ്ങുക എന്നുള്ളത് അത് സജ്ജനങ്ങളായ എല്ലാ ആളുകളും ചെയ്യേണ്ടതായ ഒരു ഉറക്കമാണ്. ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നുറങ്ങിയാൽ അത് രാജാക്കന്മാരായ ആളുകൾക്ക് ചെയ്യാമെന്നല്ലാതെ സാധാരണക്കാരായ ആളുകൾ ചെയ്യാൻ പാടില്ലാത്ത ഉറക്കമാണ്.
കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുക എന്നുള്ളത് പിശാചിന്റെ ഉറക്കമാണ് എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ചു കഴിഞ്ഞു. കമിഴ്ന്ന് കിടന്നുറങ്ങുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ വല്ലാത്ത പ്രശ്നമുണ്ടായ സമയമുണ്ട്. കമിഴ്ന്ന് കിടന്നുറങ്ങുക എന്നുള്ളത് നമ്മൾ വളരെ കൂടുതൽ സൂക്ഷിക്കേണ്ട വിഷയമാണ്. ഇന്നലെയും മിനിയാന്നും ഒക്കെ കുറേ ആളുകൾ ആ വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തു തുടങ്ങിയിരുന്നു. കുറേ ആളുകൾ ചർച്ച ചെയ്തു, കുറേ ആൾ PM ചെയ്തു. കമിഴ്ന്ന് കിടക്കാൻ പറ്റുമെന്നാണല്ലോ നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. സ്ത്രീകൾ കമിഴ്ന്ന് കിടന്നുറങ്ങരുത്, അല്ല സ്ത്രീകൾ കമിഴ്ന്ന് കിടന്നും പുരുഷന്മാർ മലർന്നു കിടന്നും ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ എന്നൊക്കെ പല ആളുകളും വിളിച്ചു ചോദിച്ചിരുന്നു. എന്നാൽ പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ ഈ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുക എന്നുള്ളത് അത് ശരിയല്ല. അങ്ങനെ ആരെങ്കിലും കിടന്നുറങ്ങുന്നത് കണ്ടാൽ അവർ ഉണർത്തൽ സുന്നത്താണ്. അള്ളാഹുവിന്റെ ശാപമുള്ള ഉറക്കമാണ് ഈ കമിഴ്ന്ന് കിടന്നുറങ്ങൽ എന്നും കിതാബിലൂടെ കാണാം. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇമാം സഹബി റളിയല്ലാഹു തആല പറയുന്നത് കമിഴ്ന്ന് കിടന്നുറങ്ങൽ കറാഹത്താണ്. കമിഴ്ന്ന് കിടന്നുറക്കം കറാഹത്താണ് എന്നാണ് മഹാനവറുകൾ പറയുന്നത്. മാത്രമല്ല അത് നരകത്തിൽ ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഉറക്കമാണെന്ന്. അത്രയും മോശപ്പെട്ട ഉറക്കമാണ്. ഒരിക്കലും ആണായിരുന്നാലും പെണ്ണായിരുന്നാലും കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. എല്ലാ ആളുകളും ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ 13 വിഷയങ്ങളാണ് ഇപ്പൊ ഇതുവരെ പറഞ്ഞു വന്നത്. ഇനി 14-ാമത്തെ ഒരു മര്യാദ, ഉറക്കിന്റെ മര്യാദകൾ 14-ാമതായിട്ടുള്ളത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ദിക്റുകളൊക്കെ വർദ്ധിപ്പിക്കുക. കുറെ ദിക്റുകൾ നമ്മൾ ചെല്ലേണ്ട ദിക്റുകളൊക്കെ നമ്മൾ കൂട്ടുക. ജാബിർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു വിഷയമാണ്, ഒരാൾ തന്റെ വിരിപ്പിലേക്ക് ചെന്ന് ചേർന്നാൽ ഒരു മലക്കും ഒരു പിശാചും അവിടെ ഓടിയെത്തുന്നു. മലക്കും എത്തും, പിശാചും എത്തും. എന്നിട്ട് മലക്ക് നമ്മളോട് പറയും, ഇഖ്തിം ബി ഖൈർ, മോനെ നീ നല്ല കാര്യങ്ങൾ ചെയ്ത് അവസാനിപ്പിച്ചോ, കിടന്നുറങ്ങുമ്പോ നീ നല്ലതൊക്കെ ചെയ്തോ, നന്മ ചെയ്തോ എന്ന് മലക്ക് നമ്മളോട് ഇങ്ങനെ പറയും. ഇതേ സമയത്ത് ശൈത്താൻ പറയുന്നത്, ഖാല ശൈത്താനു യഖൂലു ശൈത്താനു ഇഖ്തിം ബി ശർർ, നീ നല്ലതൊന്നും ചെയ്യല്ലേ, ചീത്ത തന്നെ ചെയ്തോ എന്നാണ് ഈ ശൈത്താൻ പറയുന്നത്. നല്ലത് ചെയ്യാൻ വേണ്ടി മലക്ക് പറയും, അതേ സമയത്ത് തന്നെ ശൈത്താൻ പറയും ചീത്ത ചെയ്തോ. നമ്മൾ അവ തിരഞ്ഞെടുക്കുക. നല്ലതാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ റസൂല പഠിപ്പിച്ചു, പിശാച് പറയും തിന്മ കൊണ്ട് പൂർത്തിയാക്കുക. അങ്ങനെ ഇവൻ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അല്ലാഹുവിന് വേണ്ടി കുറെ ദിക്റുകളൊക്കെ ചൊല്ലി അങ്ങനെയാണ് ഇവൻ ഉറങ്ങിയതെങ്കിൽ ആ മലക്ക് ഇവൻ നേരം വെളുക്കുന്നത് വരെ ഇവരെ സംരക്ഷണത്തിലായിരിക്കും. നേരം വെളുക്കുന്ന സമയം വരെ മലക്ക് ഇവനിങ്ങനെ സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കും. ഇവനിങ്ങനെ കാത്ത് സംരക്ഷിച്ച് അവന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇദ്ദേഹം അങ്ങനെ ഉറങ്ങി ഉണരുന്ന സമയത്ത് വീണ്ടും മലക്ക് പറയും, മോനെ നീ ഇതുവരെ നല്ല ഹൈറ് ചെയ്തുകൊണ്ട് നീ ഉറങ്ങി, എന്നാൽ ഉണർന്നപ്പോൾ ഇഫ്ത ബി ഖൈർ, നീ ആദ്യം നന്മ കൊണ്ട് തുടങ്ങിക്കോ എന്ന് പറയും. അപ്പോൾ മലക്ക് പറയുന്ന വിഷയം എന്താണെന്നറിയാം, മലക്ക് നന്മ കൊണ്ട് തുടങ്ങിക്കോ എന്ന് പറയുമ്പോൾ ഷെയ്ത്താൻ അപ്പോഴും നമ്മൾ ഉപദേശിക്കുമെന്ത്, ഇഫ്തഹ് ബി ഷർ, നീ ഷർറ് കൊണ്ട് ഇങ്ങനെ തുടങ്ങിക്കോ എന്ന് നമ്മൾ ഉപദേശിക്കുന്നു. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? നന്മ തന്നെ ചെയ്തു. ദിക്റ് ചൊല്ലിക്കൊണ്ട് നമ്മൾ അല്ലാഹ് എന്ന ദിക്റ് ചൊല്ലിക്കൊണ്ട് നമ്മൾ എണീറ്റു. ഇങ്ങനെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നമ്മൾ ഈ നന്മ കൊണ്ട് തുടങ്ങിയാൽ തുടക്കം നന്മ കൊണ്ടായി. ഈ കാരണം കൊണ്ട് അൽഹംദുലില്ലാഹി അല്ലദി എന്ന ദിക്റ് ചൊല്ലി നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ അതോടുകൂടി തന്നെ മലക്കുകൾ നമുക്ക് ദുആ ചെയ്യും. മാത്രമല്ല ആ സ്പോട്ടിൽ നമ്മൾ മരിച്ചുപോയാൽ നമ്മൾ നേരെ സ്വർഗത്തിലേക്ക് കടക്കുന്നതുമാണ്. കാരണം നമ്മുടെ ഉറങ്ങാൻ കിടക്കുമ്പോഴും ദിക്റ് കൊണ്ടാണ്, അവസാനത്തിൽ നമ്മൾ ഉണരുന്ന സമയത്തും ദിക്റ് കൊണ്ടാകുമ്പോൾ ഈ കിടത്തിൽ നമ്മൾ അങ്ങ് മരിച്ചുപോയാൽ തന്നെ നമ്മൾ നേരെ സ്വർഗത്തിലേക്കാണ് കടക്കുകയെന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പഠിപ്പിച്ചിരിക്കുകയാണ്. ആ വിഷയം നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ചുകൊണ്ട് കഴിവിന്റെ പരമാവധി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇതുപോലത്തെ നല്ല നല്ല ദിക്റുകളൊക്കെ ചൊല്ലിക്കൊണ്ട് ഉറങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരുപാട് ഹദീസിലൂടെയൊക്കെ നമുക്ക് ഈ വിഷയങ്ങൾ ഇങ്ങനെ കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറഞ്ഞ ഹദീസിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരാൾ ഒരിടത്ത് ഇരുന്ന് അവിടെ വെച്ച് അള്ളാഹുവിനെ ഇവൻ സ്തുതിച്ചു. ഇവൻ അള്ളാഹുവിനെ ഒരിടത്ത് അവൻ ഇരുന്നിട്ട് അവൻ അള്ളാഹുവിനെ സ്തുതിച്ചില്ല, അവൻ ഇരുന്നിട്ട് അള്ളാഹുവിനെ സ്തുതിച്ചില്ല, അള്ളാഹുത്തേക്ക് ദിക്റ് ചൊല്ലിയില്ല ഒരാൾ. അതേപോലെ തരത്തിന് കിടക്കുകയാണ്, കിടക്കുന്ന സമയത്തും അള്ളാഹുക്ക് വേണ്ടി ദിക്റ് ചൊല്ലിയില്ല. ഇങ്ങനെ ഈ കിടത്തത്തിൽ ഇവൻ ഈ രൂപത്തിൽ കിടക്കുകയും ഇരിക്കുകയും ചെയ്താൽ
അള്ളാഹു തആലയിൽ നിന്നുള്ള നാശങ്ങളാണ് അവനുണ്ടാവുക. ഏത് സമയത്തും അള്ളാഹുവിന്റെ നാശം, അള്ളാഹുവിന്റെ ശാപം ഇവനിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് കിടക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തൊക്കെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എപ്പോഴും ഒരു ദിക്ർ, ഇരിക്കുന്ന സമയത്ത് അള്ളാഹ് എന്ന ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. കിടക്കുമ്പോൾ നമ്മൾ ദിക്റുകളൊക്കെ ചൊല്ലിക്കിടക്കുക. ഇങ്ങനെ നല്ല നല്ല ദിക്റുകൾ ചൊല്ലി കിടക്കാനും മറ്റു ജീവിതത്തിൽ ഉടനീളം അതുപോലെ ദിക്റുകൾ ചെല്ലാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആയിഷ ബീവി പറയുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അഖദ മൽജഅഹു നഫസ ഫീ യദിഹി വഖറാ ബിൽ മുഅവ്വിദാതി വമസഹ ബിഹിമാ ജസദഹു. നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കാൻ ചെന്നാൽ മുഅവ്വിദത്തുകൾ ഓതുമായിരുന്നു. അതാ ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 3 സൂറത്തും റസൂലുള്ളാഹി തങ്ങൾ ഓതുമായിരുന്നു. എന്നിട്ടോ ഓതിയിട്ട് 2 കൈകളിലും അതിങ്ങനെ ഓതിയിട്ട് ഊതും, എന്ന് ശരീരമാസകലും അതൊന്ന് തടവും. ഇങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്നത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല നമ്മളോട് പറഞ്ഞു തരിക. ഇമാം നബവി റളിയല്ലാഹു തആല പറഞ്ഞു, ഉറങ്ങാൻ ചെന്നാൽ നീ ആയത്തുൽ കുർസി ഓതണം. ഉറങ്ങാൻ ചെന്നാൽ ആയത്തുൽ കുർസി നീ ഓതണം. പിശാചിന്റെ ശല്യം നിനക്ക് ഉണ്ടാവുകയില്ല. സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് നീ ഓതണം. മുഅവ്വിദതൈനി അതാ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് നീ ഓതണം. അതേപോലെ തന്നെ അൽ ബഖറ സൂറത്തിന്റെ അവസാനം അഥവാ ആമന റസൂൽ നീ ഓതണം. ഇങ്ങനെ നീ ഓതി കിടന്നാൽ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ടുണ്ടാകും. ഇങ്ങനെ നീ ഓതി കിടക്കൽ നിനക്ക് നല്ലൊരു സുന്നത്തുമാണ് എന്ന് നബി ഇമാം റളിയല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ദിക്റൊക്കെ ചൊല്ലിയതിന് ശേഷമാണ് നീ ഉറങ്ങിയതെങ്കിൽ ആ രാത്രി നീ മരണപ്പെട്ടു പോയാൽ ശുദ്ധമായ പ്രകൃതിയിൽ മുസ്ലിം ആയിക്കൊണ്ട് നിനക്ക് മരിക്കാൻ കഴിയും. മരിച്ച് അതേപോലെ തന്നെ നീ മരിച്ചു പോകാതെ നീ എണീക്കുകയാണെങ്കിൽ അപ്പോഴും നിന്റെ ജീവിതത്തിൽ ഒരുപാട് ഹൈറും ബർക്കത്തോടു കൂടിയുള്ള നല്ല നേട്ടത്തോടുകൂടിയുള്ള ജീവിതം നിനക്ക് ജീവിക്കാൻ കഴിയും. ബുഖാരി ഇമാമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അപ്പൊ അതൊക്കെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി നമ്മൾ ഉറക്കത്തിന്റെ വിഷയത്തിൽ ഉറങ്ങുമ്പോഴും ഉണർച്ചയിലുമൊക്കെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടുള്ള ഉറക്കമാക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രദ്ധിക്കുക. ഉറങ്ങാൻ കരുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നീ 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന് ഞാൻ ചൊല്ലിയിട്ട് നീ കിടക്കുകയാണെങ്കിൽ 3 പ്രാവശ്യം ആ ഉറങ്ങുന്ന സമയത്ത് ചൊല്ലിയാൽ മുഴുവൻ പാപങ്ങളും അല്ലാഹു തആല പൊറുക്കപ്പെടുന്നതാണ് എന്ന് ഹയ്യിലൂടെ ഗസാലി ഇമാമൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദിക്റുകളൊക്കെ കാണാതെ പഠിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി ഈ ദിക്ർ ചൊല്ലിയിട്ടേ നമ്മൾ കിടക്കാവുന്ന. അതുപോലെ ഒരുപാട് സൂറത്തുകൾ റസൂലുള്ളാഹി തങ്ങളൊക്കെ രാത്രിയിൽ ഒരുപാട് സൂറത്തുകൾ ഓതിയ ശേഷമേ കിടക്കാറുണ്ടായിരുന്നു എന്നാണ് ഹദീസിൽ കാണാം. സൂറത്ത് യാസീൻ റസൂലുള്ളാഹി തങ്ങൾ നിത്യമായി ഓതാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ ലുഖ്മാൻ സൂറത്ത് റസൂലുള്ളാഹി തങ്ങൾ നിത്യമായി ഓതുന്ന സൂറത്തുകളാണ്. സൂറത്ത് ദുഖാൻ, അതേപോലെ തന്നെ മുൽക്ക് സൂറത്ത്, സുമർ സൂറത്ത്, വാഖിയ സൂറത്ത്, സജദ സൂറത്ത്, പിന്നെ അതുപോലെ ജുമുഅ സൂറത്ത്, സൂറത്ത് സഫ്, അതേപോലെ അഅ്ലാ സൂറത്ത്, അതേപോലെ ഹശ്ർ സൂറത്ത്, ഹദീദ് സൂറത്ത്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സൂറത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിത്യമായി ഓതാറുണ്ടായിരുന്നു. ഇതൊക്കെ ഓതിയിട്ടായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ കിടന്നിരുന്നത് എന്നും കാണാം. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിവിന്റെ പരമാവധി ദിക്റുകളൊക്കെ ചൊല്ലി ഈ ഏറ്റവും കുറഞ്ഞത് സുബ്ഹാനല്ലാഹ് എന്ന് ഒരു 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 33 പ്രാവശ്യമൊക്കെ ചൊല്ലി ആയത്തുൽ കുർസി ഓതി അത് ആമന റസൂൽ ചൊല്ലി ഖുൽ അഊദു ബിഫലഖും ഖുൽ റബ്ബിൻ നാസും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ ഹുവല്ലാഹു അഹദും ഇതൊക്കെ ഓതിക്കൊണ്ട് നമ്മൾ കിടന്നുറങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കിടക്കത്തിലൊക്കെ നല്ല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇതൊക്കെ അതേപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴും റസൂലുള്ളാഹി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നതായിട്ട് കാണാം. ഉറങ്ങാൻ കിടക്കുമ്പോഴും അതേപോലെ തന്നെ ഉണർന്ന് എഴുന്നേൽക്കുന്ന സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സ്വലാത്തിന് ഇങ്ങനെ വർദ്ധിപ്പിക്കണം എന്ന് ഒരുപാട് പുണ്യം അതിലുണ്ട് എന്ന് മഹാന്മാർ പറയുന്നതായിട്ട് കാണാം. ആയിഷയോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയിഷ നീ 4 കാര്യങ്ങൾ ചെയ്യാതെ ഉറങ്ങാൻ പാടില്ല കേട്ടോ. ആയിഷ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിരുന്ന വിഷയം ഈ 4 ലാ തനാമി ഹത്താ തഅമലി 4 അഷ്യാ 4 കാര്യങ്ങൾ നീ ചെയ്യുന്നത് വരെ ആയിഷ നീ ഉറങ്ങരുത്.
എന്താണ് 4 കാര്യങ്ങൾ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒന്നാമതായി നീ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഖുർആൻ മുഴുവൻ നീ ഓതി തീർത്തുകൊള്ളണം. ഖുർആൻ മുഴുവൻ നീ ഓതി തീർത്തിട്ടേ നീ കിടന്നുറങ്ങാൻ പാടുള്ളൂ. രണ്ടാമത് ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു, അന്ത്യനാളിൽ അമ്പിയാക്കളെ നിനക്ക് ശുപാർശയായിട്ട് കിട്ടണോ, എന്നാൽ അവരോട് നീ ശുപാർശ ചോദിക്കണം. അന്ത്യനാളിൽ അമ്പിയാക്കളെ നിനക്ക് ശുപാർശകരാക്കിയിട്ടേ നീ ഉറങ്ങാൻ പാടുള്ളൂ. അവരോട് നല്ലപോലെ നീ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് ശുപാർശ ചെയ്തിട്ടേ നീ ഉറങ്ങാൻ പാടുള്ളൂ. ഇതും നീ ചെയ്യണം. മൂന്നാമത്തെ വിഷയം എന്താണ്? എല്ലാം ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി തങ്ങൾ ഉപദേശിച്ചു 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങളും ചെയ്യാതെ ആയിഷ നീ കിടന്നുറങ്ങാൻ പാടില്ല. ഒന്ന്, ഖുർആൻ മുഴുവൻ ഓതി തീർക്കണം. രണ്ടാമത്തതോ, അന്ത്യനാളിൽ അമ്പിയാക്കളെ നിനക്ക് ശുപാർശകരാക്കണം. മൂന്നാമത്തെ വിഷയം, എല്ലാ വിശ്വാസികളും നിന്നെ തൃപ്തിപ്പെടുന്നവരാകണം, അഥവാ അവർക്ക് നീ പൊറുക്കലിനെ ചോദിക്കണം. പിന്നെയോ 4ാമത് ഹജ്ജ് ഉംറയും നിർവഹിക്കണം. ഈ 4 ചെയ്തിട്ടേ കിടന്നുറങ്ങാൻ പാടുള്ളൂ. നിങ്ങൾ ചിന്തിക്ക്, നമുക്ക് നടക്കുമോ ഈ 4 കാര്യങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ചെയ്യാൻ? ഇത് ചെയ്തിട്ട് നമുക്ക് ഉറങ്ങാൻ കഴിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷാ ബീവിയോട് പറഞ്ഞു. അങ്ങനെ ഇത് പറഞ്ഞ് ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ ഇത് പറഞ്ഞിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ റസൂലുള്ളാഹി തങ്ങൾ നിസ്കാരത്തിലേക്ക് കടന്നു. നിസ്കാരം തീരുന്നവരെ ആയിഷാ ബീവി ആ വിരിപ്പിലിങ്ങനെ നിന്ന്, പടച്ചോനെ, ഇതെല്ലാം കൂടി എങ്ങനെ ഞാൻ ഈ ഒറ്റ രാത്രി കൊണ്ട് ചെയ്യുക എന്നുള്ള ചിന്തയോടുകൂടി ആയിഷാ ബീവി ഇരുന്നു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ആയിഷാ ബീവി ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, എന്നോട് 4 കാര്യങ്ങൾ അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടല്ലോ, ഈ സമയത്ത് അത് നിർവഹിക്കാൻ എനിക്ക് കഴിയുമോ? ഈ 4 കൂടി എനിക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുക. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പുഞ്ചിരിച്ചു. ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാം, ഹദീസിൽ കാണാം, റസൂലുള്ളാഹി തങ്ങളൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഓ ആയിഷ, എല്ലാം കൂടി നിനക്ക് ചെയ്യാൻ കഴിയുകയില്ലേ എന്ന് പറഞ്ഞ് ആയിഷാ ബീവി പറഞ്ഞു, എന്നാൽ ആയിഷ നീ ഒരു കാര്യം ചെയ്യും, ഇദാ ഖറഅതി ഖുൽ ഹുവല്ലാഹു അഹദ് സലാസൻ ഫകഅന്നകി ഖതംതിൽ ഖുർആൻ. നീ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് 3 പ്രാവശ്യം ചൊല്ലിയാൽ നീ ഖുർആൻ മുഴുവൻ ഓതിയതുപോലെയാണ്. ഇപ്പൊ 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസ് നീ ഓതിയാൽ മതി. എന്നാൽ നിനക്ക് 3 പ്രാവശ്യം അത് ഓതിക്കഴിഞ്ഞാൽ ഖത്തം ചെയ്ത കൂലിയായി. അപ്പൊ ഖുർആൻ മുഴുവൻ ഓതിയ കൂലി നിനക്ക് കിട്ടി. അതാണ് ഞാനത് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം. പിന്നെയോ, വൈദാ സ്വല്ലൈത അലയ്യ വഅൽ അംബിയാഇ മിൻ ഖബ്ലി ഫഖദ് ഇസ്റനാ ലക്കി ശഫാഅ യൗമിൽ ഖിയാമ. ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീ എന്റെയും എന്റെ മുമ്പുള്ള എല്ലാ അംബിയാക്കളുടെ പേരിലും നീ സ്വലാത്ത് ചൊല്ലുക, എന്നാൽ അവരുടെ ശുപാർശ നിനക്ക് കിട്ടുന്നതാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ പേരിലും അതേപോലെ തന്നെ മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാർക്ക് പേരിലും നീ സ്വലാത്ത് ചൊല്ലുക, എന്നാൽ നിനക്ക് എല്ലാവർക്കും സ്വലാത്തിന്റെ കാരണം കൊണ്ട് അവിടെ എല്ലാവരും ശുപാർശ നിനക്ക് കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, സ്വലാത്ത് ചൊല്ലണമെന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു 3ാമത്തെ പ്രാവശ്യം എന്താണ് പറഞ്ഞത്? 3ാമത് പറഞ്ഞ വിഷയം അമ്പിയാക്കൾക്ക് എല്ലാ ആളുകളുടെയും തൃപ്തി നേടലല്ലേ. എല്ലാ ആളുകളുടെ തൃപ്തി നേടാൻ എന്ത് ചെയ്താൽ മതി? അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് തുടങ്ങുന്ന വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്നൊക്കെ പറഞ്ഞ് ഈ എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നീ പൊറുക്കലിനെ ചോദിച്ചാൽ മതി. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്നിങ്ങനെ നീ ചൊല്ലിയാൽ മതി. അങ്ങനെ ചൊല്ലിയാൽ എല്ലാവർക്കും നീ പൊറുക്കലിനെ ചോദിക്കൽ വന്നു. എല്ലാ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് നീ പൊറുക്കലിനെ ചോദിക്കൽ വന്നു. അപ്പൊ ആ മുഅ്മിനീങ്ങളായ ആളുകളൊക്കെ നിന്നോട് തൃപ്തിയുള്ളവരായി മാറും. അപ്പൊ അവരുടെ തൃപ്തിയോടുകൂടി നീ എനിക്ക് മരിക്കാൻ കഴിയും. അതാണ് 3ാമതായി ഞാൻ പറഞ്ഞ വിഷയം. പിന്നെയോ, നിനക്ക് ഹജ്ജും ഉംറയും ചെയ്യണമെന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് നീ ചൊല്ലിയാൽ ഹജ്ജും ഉംറയും നിർവഹിച്ചതിന് തുല്യമായി. അപ്പൊ ഈ 4 കാര്യങ്ങൾ ചെയ്താൽ ഞാൻ ഈ പറഞ്ഞ 4ന്റെയും പ്രതിഫലം നിനക്ക് കിട്ടും ആയിഷ എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് റസൂലുള്ളാഹി തങ്ങൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്ത ഹദീസ് നമുക്ക് തഫ്സീറിൽ
ഒരുപാട് തഫ്സീറിന്റെ കിതാബിലൂടെ നോക്കിയാൽ നമുക്ക് ആ വിഷയം വ്യക്തമായി കാണാൻ കഴിയും. ഒരുപാട് കിതാബിലൂടെ അത് പറഞ്ഞു. തഫ്സീറുൽ ഹനഫി എന്ന കിതാബിൽ ആ വിഷയം വ്യക്തമായിട്ട് കാണാം. അപ്പൊ ഈ 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ അതിന്റെ അടുക്ക് തന്നെ നമുക്ക് സംശയം, അപ്പൊ അമ്പിയാക്കൾ എല്ലാവർക്കും കൂടെ എങ്ങനെയാ സ്വലാത്ത് ചൊല്ലുക? എല്ലാ അമ്പിയാക്കൾക്കും എങ്ങനെയാ നമ്മൾ സ്വലാത്ത് ചൊല്ലുക? റസൂലുള്ളാഹി തങ്ങൾക്കുള്ള സ്വലാത്ത് നമുക്കറിയാം. ഏതെങ്കിലും സ്വലാത്ത്, ഒരുപാട് സ്വലാത്തുകളിൽ നിന്ന് ഏതെങ്കിലും സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ അത് റസൂലുള്ളാഹി തങ്ങളുടെ സ്വലാത്തായി. എന്നാൽ അമ്പിയാക്കൾക്ക് എല്ലാവർക്കും കൂടി എങ്ങനെ നമ്മൾ സ്വലാത്ത് ചൊല്ലുക എന്നൊരു സംശയം നമുക്കുണ്ടാവാം. കിതാബിൽ തന്നെ കാണാം, ഒരു സ്വലാത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ എഴുതി വെക്കുകയോ ചെയ്താൽ നമുക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു സ്വലാത്താണ്. എല്ലാ അമ്പിയാക്കളും ഉൾപ്പെടുന്ന ഒരു സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വസയ്യിദിനാ ആദമ വസയ്യിദിനാ നൂഹിൻ വസയ്യിദിനാ ഇബ്രാഹിമ വസയ്യിദിനാ മൂസ വസയ്യിദിനാ ഈസ വമാ ബൈനഹും മിനൻ നബിയ്യീന വൽ മുർസലീന സല്ലവാത്തുല്ലാഹി വസലാമുഹു അലൈഹിം അജ്മഈൻ. ഇതാണ് എല്ലാവർക്കും കൂടി ചെല്ലാൻ പറ്റിയ സ്വലാത്ത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വസയ്യിദിനാ ആദമ വസയ്യിദിനാ നൂഹിൻ വസയ്യിദിനാ ഇബ്രാഹിമ വസയ്യിദിനാ മൂസ വസയ്യിദിനാ ഈസ വമാ ബൈനഹും മിനൻ നബിയ്യീന വൽ മുർസലീന സല്ലവാത്തുല്ലാഹി വസലാമുഹു അലൈഹിം അജ്മഈൻ. ഈ സ്വലാത്ത് പിന്നെ ഈ സ്വലാത്ത് നമുക്ക് കഴിയുമെങ്കിൽ നമുക്കൊക്കെ ചൊല്ലാം. ഇതിന്റെ ലിങ്ക് ഒന്നും എന്റെ കയ്യിലില്ല. അതെന്റെ കിതാബിലുള്ള ഒരു സ്വലാത്താണെന്ന് മാത്രം. അപ്പൊ ഈ ദിക്റുകൾ ആരെങ്കിലും കഴിയുമെങ്കിൽ ഞാനിപ്പോ ചൊല്ലിയ ഈ കാര്യങ്ങൾ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ, അവർക്ക് പെട്ടെന്ന് അറബി ടൈപ്പ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, നമ്മുടെ വഹാബ് സാഹിബ് ഒന്നും ഇതില്ലാതെ തോന്നുന്നുണ്ട്, ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് ടൈപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം. എന്നാൽ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾ നാളെ ഞാനുമായി ബന്ധപ്പെടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ PDF ആക്കി നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യാം. ഇന്ന് നടക്കൂല, നാളേക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ ശരിയാക്കി വെക്കാം. നാളെ ഒന്ന് എനിക്ക് PM ചെയ്താൽ മതി. അത് സ്വലാത്ത് കിടക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ ഈ എല്ലാ അമ്പിയാക്കളുടെയും ശുപാർശ നമുക്ക് കിട്ടും. അപ്പൊ ദലാലുൽ ഖൈറാത്തിൽ ആ സ്വലാത്തുണ്ട്. ദലാലുൽ ഖൈറാത്ത് നോക്കിയാൽ ആ സ്വലാത്ത് കാണാം. ഈ സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ, ഈ സ്വലാത്ത് 3 പ്രാവശ്യം ചൊല്ലിയാൽ ദലാലുൽ ഖൈറാത്ത് മുഴുവനും ചൊല്ലിയതിന് തുല്യമാണ് എന്ന് അഫ്ദൽ സ്വലവാത്ത് എന്ന കിതാബിലുണ്ട്. ഈ സ്വലാത്ത് നമ്മൾ 3 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ ദലാലുൽ ഖൈറാത്ത് മുഴുവൻ ചൊല്ലിയ കൂലി കിട്ടുന്നു. അപ്പൊ ദലാലുൽ ഖൈറാത്തിൽ ഈ സ്വലാത്തുണ്ട്. അതേപോലത്തെ ഈ സ്വലാത്ത് 3 പ്രാവശ്യം നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഈ ദലാലുൽ ഖൈറാത്ത് മുഴുവൻ ചൊല്ലിയ കൂലി കിട്ടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പൊ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞ 4 കാര്യങ്ങൾ, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട 4 വിഷയങ്ങളാണ്. ഈ 4 കാര്യങ്ങൾ നമുക്കും ചെയ്യാം. ഈ 4 കാര്യങ്ങൾ ചെയ്തിട്ടേ കിടക്കാവൂ എന്ന് ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി തങ്ങൾ ഉപദേശിച്ചു കൊടുത്തത് നമുക്കും ഒരു പാഠമാണ്. ഇത് നമ്മളും ചെയ്യേണ്ടതാണ്. നിത്യമായി നമ്മളൊന്ന് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു നാളെ നമ്മുടെ സൈറ്റിൽ ആ സ്വലാത്ത് കിട്ടുന്നില്ലേ? മാഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സൈറ്റിൽ ആ സ്വലാത്ത് നമുക്ക് നോക്കിയേക്കാം. അപ്പൊ ഇത് നമ്മൾ ശരിക്കും ചെല്ലുക. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞ 4 കാര്യങ്ങളും? ഒന്ന്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് 3 പ്രാവശ്യം ഓതിയാൽ ഖുർആൻ മുഴുവൻ ഓതിയ കൂലി കിട്ടും. രണ്ടാമത് അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഉമ്മാക്കൾ എല്ലാവർക്കും വേണ്ടി ഈ സ്വലാത്ത് നമ്മൾ ചെല്ലുക. ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ, ഈ സ്വലാത്ത് ചെല്ലുന്നതോട് കൂടി തന്നെ ഈ അമ്പിയാക്കളുടെ ശിഫാർശ കിട്ടുന്നതാണ്. ഇത് 3 പ്രാവശ്യം ചെല്ലുക. പിന്നെ അത് കഴിഞ്ഞിട്ടോ അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നമ്മൾ പൊറുക്കലിനെ ചോദിച്ചാൽ, ആ മുഅ്മിനീങ്ങൾ എല്ലാവരുടെയും തൃപ്തി നമുക്ക് കിട്ടും. അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ നമ്മൾ ചൊല്ലിയാൽ ഹജ്ജും ഉംറയും നിർവഹിച്ചും തുല്യമാവുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. ഇതൊക്കെ ചെയ്തുകൊണ്ട് നല്ല ദുആ ചെയ്തുകൊണ്ട്, നല്ലപോലെ ദുആയോടുകൂടി നല്ല ദിക്റുകളെ ചൊല്ലി നല്ല രൂപത്തിൽ നമ്മൾ കിടന്നുറങ്ങുക. എന്നാൽ നമ്മൾ ആ കിടത്തത്തിൽ മരിച്ചു പോയാലും നേരെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു. ഇനി ഉണർന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് 15ാമത്തെ ബാധ്യത. 15ാമത്തെ കാര്യം ഖുർആൻ തന്നെ കാണാം. തതജാഫാ ജുനൂബുഹും അനിൽ മലാജി യദ്ഉന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലാഹു തആല വ്യക്തമായി പറഞ്ഞ വിഷയമാണ്. തങ്ങളുടെ രക്ഷിതാവിനോട്
ശിക്ഷയെ ഭയന്നുകൊണ്ടും കരുണ ആശിച്ചുകൊണ്ടും നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരായി അവർ കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നവരാണെന്ന് മുഅ്മിനീങ്ങൾ അടയാളം പറഞ്ഞിട്ട് കാണാം. അപ്പോൾ എണീക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എണീക്കുക. ഉറങ്ങുമ്പോൾ അവസാനത്തെ ചിന്തയും അള്ളാഹുവിനെ കുറിച്ചാവുന്നത് പോലെ തന്നെ ഉണരുമ്പോഴും ആദ്യത്തെ ചിന്ത അള്ളാഹുവിനെ കുറിച്ചാവണം. അപ്പൊ ഉറങ്ങുന്ന സമയത്ത് അവസാനത്തെ ചിന്ത അള്ളാഹുവിനെ കുറിച്ചാകുമ്പോഴേ എന്തുണ്ടാവുള്ളൂ, നമുക്ക് ഉണരുന്ന സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് ചിന്ത ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള നമ്മൾ ചെറിയ കുട്ടികൾ ഒരു മുട്ടായിക്ക് വേണ്ടി കുറെ കരഞ്ഞു അവസാനം കുട്ടിയുടെ മുട്ടായി കൊടുക്കാമെന്ന് വിചാരിച്ച സമയത്ത് കുട്ടി ഉറങ്ങിപ്പോയാൽ എടീറ്റ് ഉടനെ കുട്ടി ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? മുട്ടായിയെ കുറിച്ചാണ്. ഈ മുട്ടായിയെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് കുട്ടി ഉറങ്ങുന്നത്. അപ്പൊ എണീക്കുമ്പോൾ കുട്ടിയുടെ ചിന്ത അതായിരിക്കും. അതേപോലെ തന്നെ നമ്മളും അങ്ങനെ ആവണമെന്ന് യഹ്യയിലൊക്കെ വിശുദ്ധ അതേ രൂപത്തിൽ ഉദാഹരണം എടുത്ത് കൊടുത്താൽ കാണാം. നമ്മൾ മുട്ടായിക്ക് വിളിച്ചു വരുന്ന കുട്ടിയുടെ അടുക്കൽ ഉണരുമ്പോഴും കുട്ടി മുട്ടായിയുടെ ചിന്ത വരുന്നത് പോലെ നമ്മുടെ ചിന്ത ഉറങ്ങുന്ന സമയത്ത് അള്ളാഹുവിനെ കുറിച്ചാവുക. എന്നാൽ ഉണരുമ്പോഴും നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ചിന്തയോട് കൂടി ഉണരാൻ കഴിയും. അപ്പൊ നമുക്ക് ഉണരുന്ന സമയത്ത് നമ്മൾ ദിക്ർ ചെല്ലാനുണ്ട്. അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. ഈ ദിക്ർ നമ്മൾ ചൊല്ലേണ്ടതാണ്. അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. നമ്മളൊരു ഉറക്കുന്നൊരു മരണമാണ്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. നല്ലൊരു മരണത്തിൽ നിന്ന് നമുക്ക് പുനർജീവിതം കിട്ടിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നുള്ള ആ ദിക്ർ നമ്മൾ ഉണരുന്ന സമയത്ത് ചെയ്യുക. ഇതൊന്നും നമ്മൾ ചെയ്യാറില്ല. നമ്മൾ എണീക്കുമ്പോൾ മറ്റെന്തോ ചിന്തയിലാണ് പലപ്പോഴും നമുക്കങ്ങനെ ഉണ്ടാവുക. നമ്മൾ മറ്റെന്തോ ചിന്തയോട് കൂടിയാണ് നമ്മൾ എണീക്കുക. നേരം വെളുക്കുമ്പോൾ വേറെ എന്തെങ്കിലും കുറെ ആളുള്ള ദേഷ്യങ്ങളും ഒരുപാട് കോപങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ഉറങ്ങുമ്പോൾ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഉറങ്ങുക. ഉണരുമ്പോഴും ഇതേപോലെ തന്നെ നല്ല ദിക്റുകളൊക്കെ ചൊല്ലി നമ്മൾ എണീക്കുക. ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇനി അതുപോലെ തന്നെ ഉറക്കത്തെ നമ്മൾ പേടിച്ചു കരഞ്ഞാലുള്ള ദിക്ർ കിതാബിൽ കാണാം. ഈ ഹദീസ് തന്നെ കാണാം. നമുക്കൊരു പേടിച്ചു കരഞ്ഞാലുള്ള ദിക്ർ. ഉറക്കത്തെ നമ്മൾ പേടിച്ചു പോയി എന്നാ എന്ത് ചെയ്യുക? അഊദു ബികലിമാത്തില്ലാഹി താമാത്തി മിൻ ഗളബിഹി വശരി ഇബാദിഹി വമിൻ ഹമസാത്തി ശയാത്തീനി വൻ തഹ്ളറൂൻ എന്ന് ദുആ ചെയ്യുക. പേടിച്ചു കരഞ്ഞാൽ പെട്ടെന്ന് ഒരു 3 പ്രാവശ്യം അത് ചൊല്ലി കയ്യിലൂതി ഒന്ന് ശരീരമാസികളും ഒന്ന് തടവുക. എന്ന പേടി അപ്പം മാറിപ്പോകും. ഉറക്കത്തെ പേടിച്ച് നമ്മൾ പെട്ടെന്ന് പിന്നെ കുറെ നേരം നമുക്ക് വല്ലാതെ പേടി തോന്നും. ഈ പേടി അവസാനിച്ച് കിട്ടാൻ പെട്ടെന്ന് അങ്ങ് ഉറക്കത്തിലൊക്കെ പേടിച്ചു പോയാൽ അഊദു ബികലിമാത്തില്ലാഹി താമാത്തി മിൻ ഗളബിഹി വശരി ഇബാദിഹി വമിൻ ഹമസാത്തി ശയാത്തീനി വൻ തഹ്ളറൂൻ എന്ന് നമ്മൾ ഇങ്ങനെ ചൊല്ലിയാൽ മതിയെന്ന്. അപ്പൊ പേടിയൊക്കെ മാറിപ്പോകും. നമുക്ക് മനസ്സിന് നല്ലൊരു സുഖം കിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ എണീക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. പിന്നെ വേറെ കുറെ ദുആകളുണ്ട്. ഏറ്റവും കുറഞ്ഞ എല്ലാം കൂടി പറഞ്ഞാൽ നമ്മൾ പഠിയൂല. അപ്പൊ ഇതെങ്കിലും നമ്മൾ ജീവിതത്തിൽ പഠിച്ചു വെക്കണം. ഉടനെ പെട്ടെന്ന് അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞ് എണീക്കുമ്പോൾ അല്ലാഹ് എന്ന് പറഞ്ഞ് കിടക്കുകയും അല്ലാഹ് എന്ന് പറഞ്ഞ് എണീക്കുകയും. ഇതൊക്കെ എപ്പോഴും കിടക്കുമ്പോൾ ഒക്കെ അള്ള ചൊല്ലിയിട്ട്. വയസ്സായ ആളുകളെ നമ്മൾ നോക്കിയാൽ കാണാം. നമ്മൾ ഉപ്പമാരും വല്യപ്പന്മാരൊക്കെ നോക്കേണ്ടി വയസ്സായ ആളുകൾ എണീക്കുമ്പോൾ കിടക്കുമ്പോൾ ഒക്കെ അള്ളാഹു ചൊല്ലും. അവർക്ക് അവിടെയുള്ള പേടിയായിട്ടോ വേദനയായിട്ടൊന്നുമല്ല. പിന്നെ എന്തുകൊണ്ടാ? അള്ളാഹിനെ സ്മരിക്കുകയാണ്. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ജീവിതം. എപ്പോഴും അള്ളാഹിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി അതേപോലെ തന്നെ കിതാബിൽ കാണാം. പിന്നെ ഗസാലി ഇമാം പറഞ്ഞ ഒരുപാട് ഉപദേശങ്ങൾ. എപ്പോഴും സ്വപ്നം കാണുന്നുണ്ടല്ലേ? അപ്പോ സ്വപ്നമൊക്കെ നല്ലതാണ്. അപ്പൊ നല്ല ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ നല്ല സ്വപ്നേ കാണുള്ളൂ. വേണ്ടാത്ത സ്വപ്നങ്ങളൊന്നും കാണില്ല. നല്ല ദിക്റുകളൊക്കെ നമ്മൾ ചൊല്ലിക്കിടന്നാൽ നല്ല സ്വപ്നം നമുക്ക് കാണും. അതായത് വേണ്ടാത്ത സ്വപ്നങ്ങളൊന്നും നമുക്ക് കാണില്ല. അതേ സമയത്ത് ഈ ആയത്തിനെ കുറിച്ച് ഒന്നും ചെല്ലാതെ ആ രൂപത്തിൽ നമുക്ക് ഉറങ്ങുമ്പോഴാണ് പലപ്പോഴും നമുക്ക് പേക്കിനാവുകളൊക്കെ കണ്ടുവരുന്നത്. അതാണ്. അപ്പൊ അതൊക്കെ ഒഴിവാക്കുക. നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് കിടന്നാൽ നമുക്ക് നല്ല സ്വപ്നങ്ങളൊക്കെ കാണും. നല്ലതൊക്കെ കാണും. റസൂലുള്ളാഹി തങ്ങളൊക്കെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം അല്ലാഹു തആല നമുക്കൊക്കെ നൽകുമാറാവട്ടെ. എല്ലാ സമയത്തും നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് കിടക്കുക. അള്ളാഹിനെ കുറിച്ച് മാത്രം ഓർത്ത് കിടക്കുക. നാളത്തെ കാര്യം ഉണ്ടാകുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേ വേണ്ട. നാളത്തെ കാര്യം നാളെ നോക്കിയാൽ മതി. നാളെ എണീറ്റ് ചിന്തിച്ചാൽ മതി. അതിനുമ്പ് ആ കാര്യങ്ങൾ ചിന്തിക്കേ വേണ്ടെന്ന. ചിന്തിച്ച് കിടന്നാൽ നേരം വെളുക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ആദ്യം ഓടി വെത്തുക നമ്മൾ ഇന്നലെ ചിന്തിച്ച് കിടന്ന വിഷയങ്ങളായിരിക്കും. അതുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ
ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു നമുക്ക് ഉറങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളോട് കുറെ ഉപദേശങ്ങൾ തന്നതായിട്ട് കാണാം. ഒരുപാട് ഉപദേശം. വിദായത്തുൽ ഹിദായ എന്ന കിതാബിൽ ഒരുപാട് വലിയ ദീർഘമായ ഒരു ഉപദേശമാണ്. ചുരുക്കത്തിൽ നമ്മൾ വരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ പെട്ടിട്ടുണ്ട്. എന്നാൽ ചുരുക്കത്തിൽ ഞാൻ പറയാൻ, നമുക്കൊക്കെ ഉപദേശം നല്ലതാണല്ലോ. മഹാനായ ഗസാലി ഇമാം പറയുന്നു, മോനെ നീ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ നീ വിരിപ്പ് കിബിലക്ക് അഭിമുഖമായി വിരിക്കണേന. അപ്പൊ കിബിലക്ക് മുന്നിട്ട് കിടക്കണം. അപ്പൊ കിബിലക്ക് മുന്നിട്ട് കിടക്കാൻ ഏറ്റവും നല്ലതാണ്. മഹാൻ തന്നെ പറയുന്നു, മയ്യത്തിനെ ഖബറിൽ കിടത്തുന്ന പ്രകാരം നീ കിടക്കുക. മയ്യത്തിനെ ഖബറിൽ കിടത്തുന്ന അതേ പ്രകാരം തന്നെ നീ കിടത്തുക. കിടക്കുക, അതാ വേണ്ടത്. മയ്യത്തിന് ഖബറിൽ കിടക്കുന്ന നേരത്തെ പറഞ്ഞു കിടക്കേണ്ട രൂപങ്ങൾ എങ്ങനെയാ ചെരുക്കിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു. തെക്ക് വടക്ക് തലയായിട്ട് നമ്മൾ വലതു ഭാഗത്തിലേക്ക് ചെരിഞ്ഞ് കിടക്കുമ്പോഴാണ് ശരിക്കും ഖിബിലക്ക് നേരെയാവുക. തെക്ക് വടക്ക് കറക്റ്റ് തെക്ക് വടക്കല്ല, അല്പം കൂടി തിരിയണം. ഇല്ല, അതൊക്കെ നേരത്തെ ക്ലാസ്സിൽ നമുക്കൊക്കെ മനസ്സിലായ വിഷയമാണ്. അപ്പൊ ആ രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അപ്പൊ നോക്കുക, ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ വിരിപ്പ് കിബിലക്ക് അഭിമുഖമായി വിരിച്ച് മയ്യത്തിനെ ഖബറിൽ കിടത്തുന്ന പ്രകാരം നീ കിടക്കുക എന്ന് മഹാനവരുടെ ഒന്നാമത്തെ ഉദ്ദേശം. കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ വലിയ വിഷയം ഉണ്ടായി. അഥവാ അവിടെ ഒരു പള്ളിയിലുള്ള ഒരു ഖത്തീബ് അല്ലെങ്കിൽ മുദരിസ് ഉണ്ട്. അദ്ദേഹം വളരെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരാളോട് അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലെങ്കിൽ കിടക്കുന്നതിൽ എന്തെങ്കിലും വിധിയുണ്ടോ, അത് വലതു ഭാഗത്ത് കിടക്കണം, അങ്ങനെ എന്തെങ്കിലും കടക്കുണ്ടോ ചോദിച്ചു. അങ്ങനെ ഒരു കിതാബിലും ഇല്ല എന്ന് അദ്ദേഹം പരസ്യമായിട്ട് വെള്ളിയാഴ്ച ഉണ്ടെച്ച് പറഞ്ഞു, അങ്ങനെ ഒരു കിതാബിലും ഇല്ല. ഇന്നോട് ഒരാളിങ്ങനെ വന്ന് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ വലതു ഭാഗത്ത് കിടക്കണം, ഇടതു ഭാഗത്ത് കിടക്കണം, അതുപോലെ കിബിലക്ക് മുന്നോട്ട് ഇങ്ങനെ ഒരു കിതാബിൽ എവിടെയും കണ്ടെത്താൻ കഴിയില്ല, ഒരു കിതാബിലും ഇല്ല എന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു. അവിടെ വലിയ വിഷയം ഉണ്ടാകാം. നമ്മളെടുത്ത് വന്ന് നമ്മൾ പറഞ്ഞ ഈ ഏലിട്ടത് കുറേ കിതാബിന്റെ പേര് പറഞ്ഞു, ഒരുപാട് കിതാബിന്റെ പേര്. ഈ കിതാബിലൊക്കെ അതുണ്ട്, ഒക്കെ ഉസ്താദിനോട് വായിച്ചു വെക്കാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് അടിച്ചാക്ഷേപിക്കുന്ന സ്വഭാവം പാടില്ല. നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ, റയ്യാൻ ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ, കട്ടുണ്ടെങ്കിൽ എനിക്ക് കട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ പോലെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയുണ്ടോ, എനിക്ക് കിതാബ് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ വിഷയം കഴിഞ്ഞു. അതുണ്ടോ അല്ലേ എന്നുള്ളത് ആര് തീരുമാനിക്കും? അതറിയുന്നത് തീരുമാനിച്ചോളൂ. അപ്പൊ കണ്ടതാണെങ്കിൽ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, ഇല്ല എന്നൊരിക്കലും നമ്മൾ പറയാൻ പാടില്ല. അതേസമയത്ത് ഇല്ല എന്ന് നമുക്ക് ഉറപ്പുള്ള വിഷയം നമ്മൾ കണ്ടു, ഞാൻ കിതാബിൽ കണ്ടില്ല എന്നാണ്. അപ്പൊ ഈ രൂപത്തിൽ സംസാരിക്കാം. അപ്പൊ ഇദ്ദേഹം ആക്ഷേപിച്ചു പരസ്യമായിട്ട് പറഞ്ഞു, അങ്ങനെ കിതാബിലില്ല എന്നല്ല, അങ്ങനെ പരിപാടിയേ കിതാബിലില്ല. കാരണം അത് ഉത്തരം കേട്ടാൽ തന്നെ മനസ്സിലാക്കാൻ മതി നമ്മളെ ആളല്ല എന്നുള്ളൂ അല്ലേ. നമ്മുടെ ഇതിൽപ്പെട്ടല്ല എന്ന് മനസ്സിലാക്കാമല്ലോ. കാരണം ഇത്രയും പൊട്ടത്തരം പറയില്ലല്ലോ. ഏതായിരുന്നാലും അസ്സാലിമ വ്യക്തമായിട്ട് തന്നെ പറയുന്ന വിഷയമാണ്. കിടക്കാൻ ഉദ്ദേശിച്ചാൽ ഖിബിലക്ക് അഭിമുഖമായി ഖബറിൽ കിടക്കുന്ന രൂപത്തിൽ നീ കിടക്കുക. പിന്നെയോ ഉറക്കം മരണം പോലെയാണെന്നും ഉണർവ് ഒരു പുനർജന്മം പോലെയാണെന്നും അള്ളാഹു തന്റെ ആത്മാവിനെ ഈ രാത്രിയിൽ പിടിച്ചേക്കാം എന്നും നീ മനസ്സിൽ ഓർത്തുകൊണ്ട് കിടക്കണം. അത് നീ മനസ്സിലാക്കിക്കൊണ്ട് കിടക്കണം. അതാണ് ഗസാലിമാന്റെ ഉപദേശം. നീ കിടക്കുമ്പോൾ ഈ രാത്രി ഉറങ്ങി നാളെ നേരം വെളുക്കുമെന്ന് യാതൊരു പ്രതീക്ഷയും നിനക്ക് വേണ്ട. ആ പ്രതീക്ഷയോട് നീ ഉറങ്ങാൻ പാടില്ല. മാത്രമല്ല ഈ ഉറക്ക് എന്നുള്ളത് മരണമാണ്, രാവിലെ ഉണരുക എന്നുള്ളത് പുനർജീവിതമാണ്. അള്ളാഹുവിന്റെ ജീവിതത്തെ ഇപ്പം തന്നെ മരിപ്പിച്ചു കളയും എന്ന ഒരു ബോധത്തോടുകൂടിയേ നീ കിടക്കാൻ പാടുള്ളൂ. പിന്നെയോ അള്ളാഹുവിനെ കാണാനുള്ള തയ്യാറെടുപ്പോടുകയാണ് നീ കിടക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നീ നല്ല ശുദ്ധിയോടെ ഉറങ്ങണം, വുളു ചെയ്തുകൊണ്ട് ഉറങ്ങണം. അതേപോലെ തന്നെ വസിയ്യത്തുകളൊക്കെ തലയണയുടെ ചുവട്ടിൽ എഴുതി വെക്കണം. അല്ലെങ്കിൽ നീ ആരെങ്കിലും പറയണം, വസിയ്യത്ത് പറഞ്ഞു വെക്കണം. അതേ പറഞ്ഞു വെക്കണം, ഞാൻ മരിച്ചാൽ എന്റെ ഒരു ഡയറി ഉണ്ട്, ആ ഡയറി നോക്കണം കേട്ടോ, അല്ലെങ്കിൽ എന്റെ തലക്കാരൻ്റെ എല്ലാം ഇതുണ്ട് അത് നോക്കണം, അല്ല അതെടുത്ത് നോക്കണം ഇതെടുത്ത് നോക്കണം എന്നുള്ള വസിയ്യത്തോടു കൂടി നീ കിടക്കണം. ഇങ്ങനെയാണ് കിടന്നുറങ്ങേണ്ടത്. പിന്നെയോ മാത്രമല്ല എല്ലാ പാപങ്ങളിൽ നിന്നും പാപമോചനം നേടിക്കൊണ്ടേ നീ ഉറങ്ങാൻ പാടുള്ളൂ. എല്ലാ പാപമോചനം തേടണം. ഇനിയൊരു പാപത്തിലേക്ക് തിരിച്ചു പോകുകയില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് നീ ഉറങ്ങണം. എല്ലാ മുസ്ലിങ്ങൾക്കും നന്മ ചെയ്യുമെന്നുള്ള തീരുമാനം മനസ്സിലുണ്ടാവണം. ഇതുപോലെ ഖബറിൽ ഒരു കിടത്തമുണ്ടെന്നും നീ കിടത്തത്തിൽ ഓർക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വലതുഭാഗത്തേക്ക് തന്നെ കിടക്കണമെന്നല്ല പറഞ്ഞൊരു ഉദ്ദേശം,
കിടത്തത്തിൽ ആദ്യം വലതുഭാഗത്തേക്കാവുക, എന്നിട്ട് ഇടതുഭാഗത്തേക്ക് ഒന്ന് ചെരിയുക, എന്നിട്ട് വീണ്ടും വേണമെങ്കിൽ വലതുഭാഗത്തേക്ക് തന്നെ കിടക്കാം. അല്ലാതെ പൂർണ്ണമായി ഇടതുഭാഗത്തേക്ക് കിടക്കരുത് എന്നൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ ഉറക്കം വരാതെ ഇനി ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? മഹാനവറുകൾ പറയുന്നുണ്ട്, ഉറക്കം വരാതെ പരവതാനി വിരിച്ച് തലേണ വെച്ചുകൊണ്ട് നിർബന്ധമായ ഉറക്കത്തെ നീ ക്ഷണിച്ചു വരുത്താൻ പാടില്ല. കിടന്നുകൊണ്ട് ഉറക്കുണ്ടാക്കാൻ പാടില്ല. അതേ സമയത്ത് കാരണം ഉറക്കം ജീവിതത്തെ വെറുതെ പാടാക്കി കളയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉറക്കം വന്ന ശേഷമല്ലാതെ നീ ഉറങ്ങാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ഉറക്കം നിനക്ക് രക്ഷയായിട്ട് വരും. അപ്പൊ ഉറക്കം നിനക്ക് ശരിക്ക് കണ്ണുകളെ ഉറക്കം കീഴടക്കുന്ന സമയത്തേ നീ ഉറങ്ങാൻ പാടുള്ളൂ. ഉറക്കിനെ നീ ക്ഷണിച്ചു വരുത്താൻ പാടില്ല. അതേ സമയത്ത് മുമ്പ് നമ്മൾ പറഞ്ഞ വിഷയമാണ്, ഒരാൾക്ക് തഹജ്ജുസ്കരിക്കാൻ എണീക്കണം. അങ്ങനെയാണെങ്കിൽ അല്പം എങ്ങനെയെങ്കിലും അല്പം ഉറങ്ങിക്കിട്ടണം, എങ്കിലേ തഹജ്ജുസ്കരിക്കാൻ കഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഉറക്കിനെ വലിച്ചു കൊണ്ടുവന്ന് ഉറങ്ങിയിട്ട് പിന്നെ എണീക്കാവുന്നതാണ്. ഇതല്ലാതെ നീ ഉറങ്ങാൻ പാടില്ല. അതേപോലെ തന്നെ മനസ്സിലാക്കണം മനുഷ്യ, മഹാനവറുകൾ പറയുന്നുണ്ട്, എന്താ? രാത്രി പകലും 24 മണിക്കൂറാണ് നിന്റെ മുമ്പിലുള്ളത്. നിന്റെ ഉറക്കം രാത്രിയും പകലുമായി 8 മണിക്കൂറിൽ കൂടാൻ പാടില്ല. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു, ഓരോരുത്തരും എത്ര മണിക്കൂർ നമ്മൾ ദിവസവും ഉറങ്ങാറുണ്ട്? രാത്രിയും പകലുമായി ആകെ ഉറങ്ങാൻ പറ്റിയ ക്ലാസ് എത്ര മണിക്കൂറാ? 8 മണിക്കൂർ. അതിൽ കൂടാൻ പാടില്ല. കുറയാം, പക്ഷേ കൂടാൻ പാടില്ല. നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക, എത്ര മണിക്കൂറാണ് ഞാൻ ഉറങ്ങാറുള്ളത്? ഓരോരുത്തരും കണക്കൂട്ടി. ഇപ്പം തന്നെ കണക്കൂട്ടിക്കാണ്, പിന്നെ കാത്തുക്കണ്ടല്ലോ. ഓരോരുത്തരും കണക്കിങ്ങനെ കൂട്ടാം. ഞാൻ കിടക്കാനുള്ള 9 മണിക്ക്, രാവിലെ 7 മണിക്ക് ഇരിക്കും. അപ്പൊ ഏകദേശം 10 മണിക്കൂർ. 10 മണിക്കൂറാണ് എന്റെ ഉറക്കം. അങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ 8 മണിക്കൂർ കൂടാൻ പാടില്ല. അപ്പോൾ നീ 60 കൊല്ലം ജീവിച്ചാൽ, മഹാനവറുകൾ പറയുന്നു, 60 കൊല്ലം നീ ജീവിച്ചാൽ അതിൽ 20 വർഷം നിനക്ക് പാഴായി പോകുന്നതാണ്. 8 മണിക്കൂർ ഉണ്ടെങ്കിൽ തന്നെ, 8 മണിക്കൂർ ഉറങ്ങിയാൽ തന്നെ നിനക്ക് ജീവിതത്തിന്റെ 1/3 ഭാഗം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഇത് നിന്റെ വയസ്സിന്റെ 1/3 ഭാഗമാണ് എന്ന് നീ ശരിക്കും മനസ്സിലാക്കണം. ഇനി അടുത്ത വിഷയം എന്താ നോക്ക്. മഹാനവറുകൾ പറയുന്നു, ഉറങ്ങുന്ന സമയത്ത് നിന്റെ ബ്രഷ്, അതേപോലത്തെ ശുദ്ധിയാക്കാനുള്ള വെള്ളം, ഇതൊക്കെ നീ കരുതി വെച്ചുകൊള്ളണം. എന്തിനാ? രാവിലെ എണീറ്റ് ഉടനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലത്തെ രാത്രി നിസ്കാരത്തിനോ സുബഹിക്കോ മുമ്പോ എഴുന്നേൽക്കുമെന്ന് ഉറപ്പിച്ചിട്ടേ നീ ഉറങ്ങാൻ പാടുള്ളൂ. ഒന്നുകിൽ തഹജ്ജുദ് എണീക്കുമെന്ന് ഉറപ്പിക്കണം, അല്ലെങ്കിൽ സുബഹിന് മുമ്പ് നീ എണീക്കുമെന്ന് ഉറപ്പിക്കണം. ഇങ്ങനെ ഉറപ്പിച്ചിട്ടേ നീ ഉറങ്ങാൻ പാടുള്ളൂ. രാത്രിയിലെ 2 റക്അത്ത് നിസ്കാരം നമ്മുടെ വിധികളിൽ നിന്നൊരു വിധിയാണ്. അതിനാൽ നിന്റെ ദരിദ്രനാൾ വരുന്നതിന് മുമ്പ് നീ എന്തു ചെയ്യണം? നിന്റെ നിധികൾ നീ അധികരിപ്പിക്കണം. ദരിദ്രനാളെന്ന് പറഞ്ഞാൽ പ്രായം കൂടി നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്തൊരു സമയം, അതൊക്കെ വരുന്നതിന് മുമ്പ് കഴിയുന്ന പരമാവധി നീ രാത്രിയിലുള്ള തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് നിധി നീ വാരിക്കൂട്ടണം. നീ മരിച്ചാൽ നിന്റെ ഭൗതിക നിധികൾ നിനക്ക് ഉപകാരം ചെയ്യില്ലല്ലോ. അതുകൊണ്ട് നിനക്ക് ഭൗതികമല്ലാത്ത കുറെ നാളേക്ക് വേണ്ടിയുള്ള കുറെ നിധികൾ നീ സമ്പാദിച്ചു കൂട്ടണം. ഇതാണ് മഹാനവറുകൾ പറയുന്നത്. അതേപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത് ദുആ ചെയ്തുകൊണ്ട് ഉറങ്ങുക, ദിക്റുകൾ ചൊല്ലിയിട്ട് നീ ഉറങ്ങുക. അതേപോലെ ദീർഘമായി നീ പ്രാർത്ഥന ചൊല്ലിയ ശേഷം ആയത്തുൽ കുർസി നീ ഓതണം. അതേപോലെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ഇതൊക്കെ നീ ഓതണം. അതേപോലെ സൂറത്ത് തബാറക നീ ഓതുക. ഉറക്കം ദിക്റിലായാലും ശുദ്ധിയോടെയാവുക. ഉറക്കം ദിക്റിലും അതേപോലെ ശുദ്ധിയോടെയുമാവുക. അങ്ങനെ ചെയ്താൽ നിന്റെ റൂഹിനെ അർശിലേക്ക് ഉയർത്തുകയും ഉണരുന്നതുവരെ നിസ്കരിക്കുന്നവരിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ് മഹാനവറുകൾ പഠിപ്പിക്കുന്നു. നമ്മൾ ശരിക്കും മനസ്സിലാക്കി ചെയ്യുക. നീ ഉണർന്നാൽ ഞാൻ നേരത്തെ നിനക്ക് വിവരിച്ചു തന്നതിലേക്ക് നീ മടങ്ങുക. അഥവാ ഉണരുമ്പോൾ ചെല്ലേണ്ട ദിക്റിലേക്ക് നീ മടങ്ങുക. നിന്റെ വയസ്സിൽ ശേഷിക്കുന്ന കാലം അത്രയും ഈ ക്രമം നീ തുടരണം മനുഷ്യ. അതുപോലെ തന്നെ അത് ചെയ്യാൻ നിനക്ക് പ്രയാസം നേരിട്ടാൽ നല്ല കയ്പുള്ള മരുന്ന് കുടിക്കുന്നതിൽ രോഗം ക്ഷമിക്കുന്നത് പോലെ നീ ക്ഷമിച്ചുകൊള്ളണം. ഈ രോഗത്തിന് ശമനമുണ്ടാകുമെന്നും നീ പ്രതീക്ഷിക്കണം. അവ രോഗമില്ലാത്ത സമയത്ത് കഴിവിന്റെ പരമാവധി കാര്യങ്ങളൊക്കെ നീ ചെയ്യണം. വളരെ വിരളമാണ് നിന്റെ ജീവിതമെന്ന വിഷയം നീ നല്ലപോലെ ചിന്തിക്കുക. നീ ഏകദേശം 100 വയസ്സുവരെ നീ ജീവിക്കുകയാണെങ്കിൽ അത് പാരത്രിക ഭവനത്തിലെ നിന്റെ ഏറ്റവും ചെറിയ ജീവിതമാണ് എന്ന് മനസ്സിലാക്കണം. കാരണം നാളെ ആഖിറത്തിൽ നിനക്ക് ശാശ്വതമായൊരു ജീവിതമുണ്ട്.
അപ്പൊ നീ കുറെ കാലം ഇവിടെ ജീവിച്ചെന്ന് വിചാരിച്ചാലും അത് വളരെ തുച്ഛമാണ് എന്ന് നീ മനസ്സിലാക്കണം. അപ്പോൾ നീ പാരത്രിക ലോകത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ട് നീ കിടക്കണം. 20 വർഷം ഭൗതിക ലോകത്ത് വിശ്രമിക്കാൻ ആഗ്രഹിച്ച് 1 മാസമോ 1 വർഷമോ ഭൗതിക ജീവിത വിഭവം അന്വേഷിക്കുന്നതിൽ നീ നിന്നതയും പ്രയാസവും നീ സഹിക്കുന്നത് എങ്ങനെയാണ്? മഹാനവകൾ ചോദിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ശാശ്വതമായ വിശ്രമത്തിന് കുറച്ച് ദിവസങ്ങൾ നിനക്ക് പ്രയാസം സഹിക്കാൻ പറ്റാത്തത്? നീ പ്രയാസം സഹിക്കണം. ലോകത്ത് ജീവിക്കുമ്പോ നല്ല പ്രയാസം സഹിച്ചുകൊണ്ട് പാരത്രിക ലോകത്തിലെ ഗുണത്തിന് വേണ്ടി നീ അധ്വാനിക്കണം. നിന്റെ ആഗ്രഹങ്ങൾ കുറെ ദീർഘിപ്പിച്ച് കൂട്ടാൻ പാടില്ല. അത്യാവശ്യത്തിലുള്ള ആഗ്രഹം മതി. അപ്പോൾ മരണമെടുത്തിരിക്കെ നിനക്ക് സൽക്കർമ്മം ചെയ്യാൻ പ്രയാസമാകും. അപ്പൊ കുറെ ആഗ്രഹങ്ങൾ വരുമ്പോൾ സൽക്കർമ്മം ചെയ്യാൻ തോന്നൂല. അപ്പൊ കുറെ ആഗ്രഹങ്ങൾ നിന്റെ മനസ്സിലുണ്ടാവരുത്. ഇന്ന് പകൽ ഞാൻ വിഷമം സഹിച്ച് അമൽ ചെയ്യും, നാളെ മരിച്ചേക്കാം എന്ന് നീ മനസ്സിൽ ഇങ്ങനെ കരുതണം. ഇന്ന് ഞാൻ എത്ര അമൽ ചെയ്താലും നാളെ എനിക്ക് മരിക്കാനുണ്ട്, അപ്പൊ ഇന്ന് തന്നെ ചെയ്തു തീർക്കട്ടെ എന്ന് നീ മനസ്സിലാക്കണം. ഇന്നത്തത് നാളെ ആക്കണമെന്ന് വിചാരിക്കാൻ പാടില്ല. നാളെ മരിക്കും, അതുകൊണ്ട് ഇന്ന് ചെയ്യണമെന്നാണ് നീ കരുതേണ്ടത്. കാരണം മരണത്തിന് പ്രത്യേക സമയമില്ല, പ്രത്യേക സാഹചര്യമില്ല, പ്രത്യേക വയസ്സില്ല, ഒന്നും മരണത്തെക്കുറിച്ച് പറയാൻ പറ്റുകയില്ല. എപ്പോഴും നിന്നിലേക്ക് അത് കടന്നു വരാമെന്ന ചിന്ത മനുഷ്യ നീ നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ മരണത്തിന് നീ തയ്യാറാവലാണിത്. തയ്യാറായിക്കൊണ്ട് നീ കിടക്കണം. ഭൗതിക ലോകത്തിന് വേണ്ടി തയ്യാറാവുന്നതിനേക്കാൾ നല്ലത് നാളല്ല പാരത്രിക ലോകത്തിന് വേണ്ടി തയ്യാറാവലാണ്. ഭൗതിക ഭവനത്തിൽ വളരെ തുച്ഛം കാലമേ നീ ജീവിക്കുന്നുള്ളൂ എന്ന് നിനക്കറിയുന്ന വിഷയമാണ്. നിന്റെ ജീവിതകാലത്തിൽ 1 ദിവസമോ 1 ശ്വാസമോ നിലനിന്നേക്കാം. ഇത് നീ എല്ലാ ദിവസവും ഓർത്തുകൊണ്ട് കിടന്നുറങ്ങണം. ദൈനംദിനം അള്ളാഹുവിനെ ആരാധന ചെയ്യുന്ന വിഷയത്തിന്റെ പേരിൽ നിന്റെ ശരീരത്തിന്റെ വിഷമത്തിൽ നീ ക്ഷമ കൈക്കൊള്ളണം. ക്ഷമിച്ചുകൊണ്ട് ജീവിക്കണം. നിനക്ക് 50 വർഷം ജീവിക്കാമെന്ന് തന്നെ നീ സങ്കല്പിച്ചാൽ അള്ളാഹുവിലെ ആരാധനയിൽ ക്ഷമ അനിവാര്യമാക്കിക്കൊണ്ട് ജീവിക്കണം. അങ്ങനെ ശരീരം അസ്വസ്ഥത കാണിച്ച് നിനക്കത് വളരെ പ്രയാസമായി അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നാൽ അതിന്റെ പേരിൽ നീ ക്ഷമിക്കുകയും വേണം. ക്ഷമ മുറുകെ പിടിച്ച് ആരാധനയിൽ മുഴുകിയാൽ മരണസമയത്ത് പരിധിയില്ലാതെ സന്തോഷം നിനക്ക് അനുഭവിക്കാം. ആരാധന നീട്ടിവെച്ച് അലസത കാണിച്ചുവെങ്കിൽ നീ വിചാരിക്കാത്ത സമയത്ത് നിന്റെ മരണം നിന്നിലേക്ക് അടുക്കുമെന്ന വിഷയം നീ ഓർക്കുക. അപ്പോൾ നിനക്കത് പരിധിയില്ലാതെ ഖേദത്തിന് ഇടവരുത്തും, ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിച്ച് മനസ്സിനെ നല്ലപോലെ ഊട്ടിയുറപ്പിച്ച് കീഴ്പ്പെടുത്തി നമ്മുടെ ശരീരവും മനസ്സും ഒരേ അച്ചുതണ്ടിൽ എന്ന പോലെ ഒരേ രീതിയിൽ സഞ്ചരിപ്പിച്ച് കഴിവിന്റെ പരമാവധി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന വിശ്വാസത്തോടുകൂടി നീ കിടന്നുറങ്ങണമെന്ന് മഹാനായ ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി തആല അൻഹു നമ്മോട് ഉപദേശിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തുകൾ എല്ലാവരുടെയും മാതൃകാരൂപത്തിലായിരുന്നു. എല്ലാവരും രാത്രി സമയത്ത് പകൽ കുറെ നമ്മൾ നേരത്തെ പറഞ്ഞു, രാത്രിയുടെ ആദ്യ സമയത്ത് കുറച്ച് കിടന്നുറങ്ങും, പിന്നെ നിർണയിച്ചുകൊണ്ട് നിസ്കരിക്കും. ഇങ്ങനെയായിരുന്നു മഹാന്മാരായ ആളുകളൊക്കെ ചെയ്തു പോന്നിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തിരുമാറാവട്ടെ. അവരൊക്കെ ചെയ്യുന്നത് പോലെ കുറേയൊക്കെ കൈന്റെ പരമാവധി ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മുടെ ഡോക്ടർ ഷാഫി സാർ മുകളിൽ വന്നത്, സാറിന് മൈക്കെടുക്കുന്നുണ്ടോ? കുറെ കാലമായി സാറിന് സൗണ്ട് കേട്ടിട്ട്. മൈക്കെടുക്കുന്നുണ്ടോ സാറിന്? മൈക്കെടുക്കാൻ കഴിയെങ്കിൽ ഇപ്പോ അരമണിക്കൂർ എടുക്കാമായിരുന്നു. കേൾക്കണ്ടോ? ഷാഫി സാർ കേൾക്കണ്ടോ? സൗണ്ട് കേൾക്കണ്ടോ? എന്റെ മൈക്കെടുത്തോളം ആണോ? രക്തമൊന്നും കിട്ടുന്നില്ല. ഇനി നമുക്ക് വേറെ വിഷയം പഠിക്കാം. എങ്ങനെ? ഇപ്പൊ കുറെ നേരമേ ഒരാളിങ്ങനെ എഴുതി ചോദിക്കും, ഞാൻ കാണുന്നുണ്ട്. എന്തായിരുന്നു ചോദ്യം? പകലിൽ ഉറങ്ങുന്നതിന്റെ വിധി എന്താ, അല്ലെ? പകലുറക്കത്തിന്റെ സ്ഥിതി എന്താണ് എന്നിങ്ങനെ കാണിച്ചിരുന്നു. അദ്ദേഹം ക്ലാസ്സിലുണ്ടല്ലോ, ഇപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ? ഞാൻ DND സാധാരണ ഇടാറില്ല, പക്ഷെ DND ഇടാതെ എനിക്ക് ക്ലാസ് എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ഒരുപാട് PM വന്ന് കിടന്നിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അത് വല്ലാത്തൊരു, പ്രത്യേകിച്ച് എന്റെ മൈക്കും ക്ലിയർ അല്ല. എന്റെ സൗണ്ട് ഇപ്പൊ ക്ലിയർ ആയി കേൾക്കുന്നുണ്ടോ? സാധാരണ മൈക്കിലല്ല, ഞാൻ ഒരു ഹെഡ്ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ തൽക്കാലം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മൈക്ക് എടുത്തിട്ടില്ല. അപ്പൊ അത് ക്ലിയർ അല്ലേ? ഓക്കെ. അതുകൊണ്ട് തന്നെ ഈ പകലുറങ്ങാൻ പറ്റുമോ ഉറങ്ങാൻ പറ്റൂലേ എന്നൊരു ചോദ്യം നേരത്തെ ഒരാളിങ്ങനെ എഴുതി കാണിച്ചിരുന്നു. ഈ പകലുറക്കം
ഒരുപാട് ഉറക്കമുണ്ട്. 7 രൂപമാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. 7 രൂപത്തിൽ ഉറക്കം. ചില പണ്ഡിതന്മാർ പറഞ്ഞു അതല്ല 5 ഉണ്ട്, ചിലവർ 3, പല രൂപത്തിലും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്കൊന്ന് നോക്കാം. ഇമാം ദഹബി റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഉച്ചക്കുള്ള ഉറക്കമല്ലാത്ത പകലിലെ ഉറക്കം ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് തൊലിയുടെ നിറത്തിന് ദോഷമുണ്ടാക്കുന്നതാണ്, രോഗങ്ങൾക്ക് കാരണമാകുന്ന ഉറക്കമാണ്. അതേപോലെ തന്നെ മടിയും അലസതയും അതുകൊണ്ട് വർദ്ധിക്കുന്നതാണ്. അതിനാൽ പകൽ ഉറക്കം ഒഴിവാക്കണമെന്ന് തിബ്ബിൻ നബി 1-ാം വാള്യം 19-ാം പേജിൽ കാണാം. അപ്പൊ പകലുറക്കം, ഉച്ചക്കുള്ള ഉറക്കമല്ലാത്ത മറ്റുറക്കം, ഉച്ചക്കുള്ള ഉറക്കം ഏതിനു ശേഷം പറയും. അതല്ലാത്ത ഉറക്കങ്ങളൊക്കെ ഒഴിവാക്കണം എന്ന് ആര് പറയുന്നു? ഇമാം ദഹബി റളിയല്ലാഹു തആല അൻഹു തിബ്ബിൻ നബി എന്ന കിതാബിൽ നോക്കിയാൽ ആ വിശദീകരണം കാണാം. ഇബ്നു ഖയ്യിം റളിയല്ലാഹു തആല അൻഹു ഇബ്നു ഖയ്യിം പറയുന്നുണ്ട്, എന്താ പറയുന്നത്? പകലിലെ ഉറക്കം ഈർപ്പ സംബന്ധമായ രോഗങ്ങളും നീർവീഴ്ചയും വരും, നിറം മങ്ങുക, അതുപോലെ പ്ലീഹ രോഗമുണ്ടാവുക, ഞരമ്പുകളൊക്കെ ബലഹീനമാകുക, കാമശേഷി കുറയുക, ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾ അതുകൊണ്ടുണ്ടാകും. എന്നാൽ ഉഷ്ണകാലത്ത് ഉച്ച സമയത്ത് അല്പം വേണമെങ്കിൽ ഉറങ്ങാം. ഏറ്റവും ചീത്ത ഉറക്കം പകലിന്റെ തുടക്കത്തിലാണ്. അതിനേക്കാൾ ചീത്തയാണ് അസറിന് ശേഷമുള്ള ഉറക്കം. അപ്പൊ പകലിലെ ഉറക്കത്തെ കുറിച്ച് ഇങ്ങനെയാണ് ഉള്ളത്. എന്നാൽ പകലിലെ ഉറക്കം ചില പണ്ഡിതന്മാർ 7 രൂപത്തിൽ കാണാം. 1, അത് നൗമുൽ ഗഫലത്ത്, അത് അശ്രദ്ധയുടെ ഉറക്കമാണ്. ഉറക്കം 7 രൂപത്തിലാക്കിയിട്ട് പറയുന്നു. 1, അശ്രദ്ധയുടെ ഉറക്കം. 2ാമത്തെ ഉറക്കം അത് നൗമ് ശഖാവത്ത്, നിർഭാഗ്യമായ ഉറക്കം, നിർഭാഗ്യത്തിന്റെ ഉറക്കം, അതാണ് 2. 3ാമത്തതോ അത് നൗമുൽ ലഅനത്ത്, ശാപത്തിന്റെ ഉറക്കം. 4ാമത്തെ ഉറക്കമുണ്ട് നൗമുൽ അഖൂബത്ത്, ശിക്ഷയുടെ ഉറക്കം. 5 നൗമുർ റാഹത്ത്, വിശ്രമത്തിന്റെ ഉറക്കം. 6ാമത്തെ നൗമുർ റഹ്മത്ത്, അനുഗ്രഹത്തിന്റെ ഉറക്കം. 7ാമത്തെ നൗമുൽ ഹസ്റാത്ത്, ദുഃഖിതന്മാരുടെ ഉറക്കം. ഇങ്ങനെ 7 ഉറക്കങ്ങളുണ്ട്. എന്തായി 7 ഉറക്കത്തിന്റെ പ്രത്യേകത? 1ാമത്തെ ഉറക്കം ഏതാണ്? നൗമുൽ ഗഫലത്ത്. ഗഫലത്തിന്റെ ഉറക്കം എന്നുള്ളത് അത് മജ്ലിസുകളൊക്കെ ചെന്ന് ഉറങ്ങുന്ന ഉറക്കമാണ്. അശ്രദ്ധവാന്മാരുടെ ഉറക്കം, ദിക്റിന്റെ മജ്ലിസ്. അതേപോലത്തെ എപ്പോഴും നോക്കിയാൽ കാണാം, നമ്മൾ ജുമുഅ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോയാൽ ഇമാമിങ്ങനെ ഖുതുബോതും, അപ്പോഴാണ് ആമന്ന സല്ലംന എന്ന് പറഞ്ഞ് ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കാണാം. 100 ആൾ കൂടിയാൽ 70 ആളും ഉറക്കിലായിരിക്കും. അതാണ് നൗമുൽ ഗഫലത്ത്, അശ്രദ്ധയുടെ ഉറക്കം. വേണമെങ്കിൽ നിങ്ങൾക്കൊക്കെ നോക്കിയാൽ കാണാം. സഹോദരന്മാരൊക്കെ പള്ളിയിൽ പോകുമെന്ന് നോക്കുക. സഹോദരിമാർക്ക് പിന്നെ പള്ളിയില്ലാത്തവരോട് പറയേണ്ടതില്ലല്ലോ. അപ്പൊ അശ്രദ്ധയുടെ ഉറക്കം ഇങ്ങനെ കാണാം. 2ാമത്തത് എന്താ പറഞ്ഞു? 2ാമത്തെ ഉറക്കം നൗമു ശഖാവത്ത്, നിർഭാഗ്യവാന്മാരുടെ ഉറക്കം, നിർഭാഗ്യമായ ഉറക്കം. അതേതാണ്? അത് നിസ്കാര സമയത്ത് ഉറങ്ങുന്ന ഉറക്കമാണ്. നിസ്കാരത്തിൽ ഉറങ്ങിപ്പോവുക. അങ്ങനെയുണ്ട്. കുറച്ച് മുമ്പ്, 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ എത്തിക്കുന്ന ഒരാൾ ഒറ്റ വികല് നേരെ, ഞാൻ എല്ലാവരും പേടിച്ചു പോയി. നിസ്കാരത്തിൽ ജമാഅത്തെ നിസ്കരിക്കുകയാണ്. മൂപ്പര് നേരെ അങ്ങോട്ട് സുജീൻ സദർ ഒറ്റ വിടും എന്ന് ഒറ്റ വികല. ഇത്ര ഉറങ്ങിപ്പോയതാ. ചിലപ്പോ അങ്ങനെ ഉറങ്ങിപ്പോകും നിസ്കാരത്തിൽ. അത് നിർഭാഗ്യവാന്മാരുടെ ഉറക്കമാണ്. 3ാമത്തെ ഉറക്കമുണ്ട് നൗമുൽ ലഅനത്ത്, ശാപത്തിന്റെ ഉറക്കമെന്നാണ് അതിന്റെ പേര്. ആ ഉറക്കേതാണെന്നറിയോ? സുബിയുടെ സമയത്തുള്ള ഉറക്കമാണ്. സുബി നിസ്കരിക്കാതെ അങ്ങനെ ഉറങ്ങുന്ന ഉറക്കം അത് ശാപത്തിന്റെ ഉറക്കമാണ്. ആ നിസ്കാരം കളാവുന്ന ശാപത്തിന്റെ ഉറക്കം. പിന്നെ 4ാമത്തെ ഉറക്കം അത് നൗമുൽ അഖൂബത്ത്, ശിക്ഷയുടെ ഉറക്കമാണ്. അതേതാണ് ശിക്ഷയുടെ ഉറക്കം? പിന്നെ ശിക്ഷയുടെ ഉറക്കം എന്നുള്ളത് അത് പിന്നെ ഏതായിരുന്നു? ശിക്ഷയുടെ ഉറക്കം നൗമുൽ അഖൂബത്ത്. ശിക്ഷയുടെ ഉറക്കം എന്നുള്ളത് നിസ്കാരങ്ങൾ മുഴുവൻ ഖളാ ആക്കിക്കൊണ്ട് നിസ്കാരത്തിന്റെ ടൈമായതിനു ശേഷമുള്ള ഉറക്കം. നിസ്കാരമൊക്കെ ഖളാ ആക്കുക, നിസ്കാരത്തിന്റെ ടൈമായി കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് പിന്നെ ഉറക്ക് നിസ്കാരം ഖളാ ആക്കുന്ന അത് ശിക്ഷയുടെ ഒരു ഉറക്കമാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ നൗമുർ റാഹത്ത്, ഒരു വിശ്രമത്തിന്റെ ഉറക്കം. വിശ്രമത്തിന്റെ ഉറക്കമാണ് ഇത്. ഉച്ചക്കുള്ള ഉറക്കം അത് കൈലൂലത്ത് എന്ന് പറയും, അതിനുശേഷം പറയാം. ആ ഉച്ച ഉറക്കം അത് വിശ്രമത്തിന്റെ ഉറക്കമാണ്. പിന്നെ 6ാമതായിട്ടുള്ള ഉറക്കമുണ്ട് നൗമുർ റഹ്മത്ത്,
റഹ്മത്തിന്റെ ഉറക്കം അതേതാണ്? അത് ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള സാധാരണ നമ്മൾ ഉറക്കുന്ന ഉറക്കം, അതാണ് നിഅമത്ത്, റഹ്മത്തിന്റെ ഉറക്കം, അനുഗ്രഹത്തിന്റെ ഉറക്കം. പിന്നെ ഏഴാമത്തെ ഉറക്കം നൗമുൽ ഹസറാത്ത്, ദുഃഖിതന്റെ ഉറക്കം. അത് വെള്ളിയാഴ്ച രാവിലെ ഉറങ്ങുന്ന ഉറക്കമാണ്. വെള്ളിയാഴ്ച രാവിലത്തെ ഉറക്കം അത് ദുഃഖിതന്റെ ഉറക്കമാണ്. ഇങ്ങനെ 7 ഉറക്കങ്ങൾ മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞ 5 ഉറക്കങ്ങൾ വേറെയുണ്ട്. അതാണ് നമ്മൾ സാധാരണ പറയുന്ന ഉറക്കം, അതിൽ പെടും. പകല് മാത്രമുള്ള 5 ഉറക്കം. അത് നോക്കുക. അത് നൗമുൽ ഐലൂലത്ത്. 1 ഐലൂലത്തിന്റെ ഉറക്കം, 2 നൗമുൽ ഖൈലൂലത്ത്, ഖൈലൂലത്തിന്റെ ഉറക്കം, 3 നൗമുൽ ഖൈലൂലത്ത്, ഖൈലൂലത്ത് ഉറക്കം, 4 നൗമുൽ കൈലൂലത്ത്, കൈലൂലത്ത് ഉറക്കം, 5 നൗമുൽ ഖീലൂലത്ത്, ഖീലൂലത്ത് ഉറക്കം. എല്ലാവരും ഒരേ ഒരു കൈലൂലത്ത് എന്ന് പറഞ്ഞാൽ പോരാതെ 5 ഉണ്ട്. ശരിക്കും കേൾക്കണ്ടല്ലേ, സൗണ്ട് കേൾക്കണ്ടല്ലേ കൂട്ടുകാരെ? ഈ 5 ഉറക്ക് അതൊന്നാമത് ഏതാണ്? നൗമുൽ ഐലൂലത്ത്. അതെപ്പോഴാണ്? സുബഹി നിസ്കാരം കഴിഞ്ഞ്, സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പുള്ള ആ പ്രഭാത സമയത്തുള്ള ആ ഒരു ഉറക്കമാണ് നൗമുൽ ഐലൂലത്ത്. അത് അശ്രദ്ധയുടെ ഉറക്കമാണ്, സുബഹി നിസ്കരിക്കാതെ ആ ടൈമിനുള്ള ഉറക്കം. ഇതാ നൗമുൽ ഐലൂലത്ത്. അത് അശ്രദ്ധ ഉണ്ടാക്കുന്ന ഉറക്കമാണ്. രണ്ടാമത്തത് നൗമുൽ ഖൈലൂലത്ത്. ആ സുബഹിയുടെ ശേഷം, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉള്ള ആ ഉറക്കം. ആ ഉറക്കം നല്ലല്ല. മാത്രമല്ല ആ ഉറക്ക് അങ്ങനെ ഉറങ്ങിയാൽ അവന്റെ ദാരിദ്ര്യം ഉണ്ടാകുന്നതാണ്. അവ ദാരിദ്ര്യത്തിന്റെ ഉറക്കാണ് നൗമുൽ ഖൈലൂലത്ത്. മൂന്നാമത്താണ് നൗമുൽ ഖൈലൂലത്ത്. അത് സൂര്യൻ മധ്യത്തിലാകുന്ന സമയത്തുള്ള ഉറക്കമാണ്. ദുഹറിന്റെ അല്പം മുമ്പുള്ള ഉറക്ക്, ഒരു 12 മുതൽ 12:30 വരെയുള്ള ആ ഉറക്ക്, അത് ഐശ്വര്യമുണ്ടാക്കുന്ന ഉറക്കാണ്, നല്ലതാണ്. ആ സമയത്ത് ഒരു അരമണിക്കൂർ ഉറങ്ങുന്നത് ഇബാദത്തിലും ക്ഷീണത്തിലൊക്കെ നല്ല ഇബാദത്ത് ചെയ്യാൻ നല്ലതാണ്, ക്ഷീണം മാറാനും നല്ലതാണ്. അത് ഐശ്വര്യത്തിന്റെ ഉറക്കമാണ്. അതാണ് കൈലൂലത്ത് ഉറക്കം എന്ന് പറഞ്ഞത്. 4ാമത്തെ ഉറക്കം നൗമുൽ കൈലൂലത്ത്. കൈലൂലത്ത് ഉറക്കം എന്നാൽ ളുഹറിന് ശേഷമുള്ള ഉറക്ക്. ളുഹറിന് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉറക്ക്, ഭക്ഷണം കഴിച്ചിട്ടുള്ള ഉറക്ക്. അങ്ങനെ ഉറക്കുണ്ടല്ലോ, നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഉറക്കുണ്ട്. ആ ഉറക്ക് അതേതാണ്? അത് മാനസിക രോഗമുണ്ടാക്കുന്ന ഉറക്കാണ്. ഈ ഉറക്ക് മാനസിക രോഗമുണ്ടാക്കുന്ന ഉറക്കാണ്. പിന്നെ 5ാമത്തത് നൗമുൽ ഖീലൂലത്ത്. അത് പിന്നെ എപ്പോഴാണ്? അസറിന് ശേഷമുള്ള ഉറക്ക്. ആ ഉറക്കം എന്താണ്? നാശത്തിന്റെ ഉറക്കമാണ്. അസറിന് ശേഷം മുതൽ ഇശാ വരെയുള്ള ആ സമയത്തുള്ള ഉറക്കം, അസറിന് ശേഷം മഗ്‌രിബിന് ശേഷമൊക്കെയുള്ള ഉറക്കം, ഇത് നാശത്തിന്റെ ഉറക്കമാണ്. ഇങ്ങനെ അത് ഈ 5 വിധം ഉറക്കുകളായിട്ട് മഹാന്മാർ എണ്ണിയിട്ട് കാണാം. ആരെങ്കിലും 10 മിനിറ്റ് മൈക്കിൽ തുടരണം. ഇവിടെ ബാങ്ക് കൊടുക്കാൻ തുടങ്ങിയാണ്. പെട്ടെന്ന് മൈക്കിൽ ഞാൻ റിലീസ് ചെയ്യുന്നു. ആരെങ്കിലും തുടങ്ങുക. 5 മിനിറ്റ്. السلام عليكم ورحمة الله وبركاته. جزاك الله خيرا جزاء يا أستاذنا. طول الله عمرك مع الصحة والعافية. آمين. ഉസ്താദ്മാരാരെങ്കിലും മൈക്കിലേക്ക് വന്നാൽ. നല്ലൂർ സക്കാഫി ഉസ്താദിന്റെ ക്ലാസ് ആണല്ലോ. ഉസ്താദ് എത്തിയിട്ടുണ്ടോ? നല്ലൂർ